ഹലോ മക്കളെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ വർഷത്തെ +1 ഫിസിക്സ് മോഡൽ എക്സാമിൻ്റെ ആൻസർ കീയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ എക്സ്പീരിയൻസ്? ഈ പരീക്ഷ നിങ്ങൾക്കൊരു ഈസി പരീക്ഷയായിരുന്നോ, മീഡിയം ആയിരുന്നോ, ഡിഫിക്കൽട്ട് ആയിരുന്നോ? ഇനി കുറച്ച് ഡിഫിക്കൽട്ടോ മീഡിയം ഒക്കെ ആയിരുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അതായത് നിങ്ങൾ തീരെ പഠിക്കാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടും എന്താണ് കിട്ടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ മറന്നുപോയതുകൊണ്ടോ, ഒന്നും കൂടി നോക്കാത്തതുകൊണ്ടോ, എന്താണെന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ക്രിസ്മസ് എക്സാം വെച്ച് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ഈസിയർ എക്സാം ആയിരുന്നു. ഈസിയർ എക്സാം ആയിരുന്നു. പക്ഷേ കമ്പാരിസൺ ഒന്നും ഇല്ലാണ്ട് വെറുതെ നോക്കുകയാണെങ്കിൽ ഇതൊരു മോഡറേറ്റിൻ്റെയും ഡിഫിക്കൽട്ടിൻ്റെയും ഇടയിലുള്ള എക്സാം ആയിരുന്നു. മീഡിയത്തിൻ്റെയും ഡിഫിക്കൽട്ടി കൂടുതൽ ചായ്വ് മീഡിയത്തിലേക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഇവിടെ വരും, കൃത്യ നടുവിലല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് കുറച്ച് ഡിഫിക്കൽട്ട് എന്നുള്ള രീതിയിൽ പറയാൻ കാരണം കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ പൊതുവെ കാണാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നല്ല, പൊതുവെ നിങ്ങൾ കാണാത്ത ചോദ്യങ്ങൾ. പക്ഷേ ഞാൻ വീണ്ടും പറയും, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ വീണ്ടും പറയും, ഒന്നും നമ്മൾ പഠിപ്പിക്കാത്ത വന്നിട്ടില്ല. ഓക്കെ, പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, പക്ഷേ സത്യമുള്ള പോലെ തന്നെ പറയണല്ലോ, പഠിപ്പിക്കാത്ത ഒന്നും വന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എക്സാം നമ്മളുടെ ലൈവിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ചില ചോദ്യങ്ങളൊക്കെ ടഫായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതുവരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിൽ ഇതാണ് സംഭവിച്ചത്, പബ്ലിക് എക്സാമിൽ തന്നെ സംഭവിക്കാൻ പോകും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ആൻസർ കീ ഒക്കെ തന്നെ ഇതൊക്കെ പഠിക്കുക. ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ ഇടയിൽ എന്നിട്ട് വന്നിട്ട് പഠിക്കുക. 2 ലൈവ് ഫിസിക്സിൻ്റെ വെച്ചിട്ടുണ്ട്, ഫുൾ ഫിസിക്സ് 2 ലൈവിൽ തീർക്കുന്നതിന് 10, 20 മണിക്കൂർ ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കും. നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ മക്കളെ ഒരൊറ്റ കാര്യം പോലും നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുണ്ടാവില്ല. ഫുൾ സാധനം ഞാൻ 2 ലൈവിൽ ഞാൻ പഠിപ്പിച്ചത്. അതിന് മാത്രമേ പരീക്ഷയിൽ വരുള്ളൂ. അതിന് തെളിവ് ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. തുടങ്ങാൻ പണി. ഓക്കെ, ഫസ്റ്റ് ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഡെസിമൽ നമ്പറാണ്. റൂൾ എന്താണ്? ഫസ്റ്റ് നോൺ സീറോ കണ്ടുപിടിക്കുക, അതിനുശേഷം എല്ലാവരും സിഗ്നിഫിക്കൻ്റ് 1, 2, 3, 4, 5. ആൻസർ എന്താ? 5. അടുത്ത ചോദ്യം, വാട്ട് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ? റിലേഷൻഷിപ്പ് ഇത് മാത്രം എഴുതി വെച്ചാൽ മതി, വേണമെങ്കിൽ എൻ്റെ ഡെറിവേഷൻ കൂടി എഴുതി വെക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. ഇത് എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ ഇത് മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് പെട്ടി എഴുതിയിട്ട് എഴുതുകയാണെന്നല്ല. ഇനി വെറുതെ S=u² എന്ന് എഴുതിയാൽ ഇത് മാർക്ക് കിട്ടും. ഡോണ്ട് വറി. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഡെറിവേഷൻ ലൈവിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പൊതുവേ ചോദിക്കാത്ത സാധനമാണ് ഇതൊക്കെ, പക്ഷെ ഒരു പരീക്ഷയിൽ മുമ്പ് ഇതിന് ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഡെറിവേഷൻ ചോദിച്ചില്ല, പക്ഷെ ഡെറിവേഷൻ ചോദിക്കാം. ഡെറിവേഷൻ ലൈവിൽ പഠിപ്പിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്നേ വരെ ഡെറിവേഷൻ ലൈവിൽ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. +1 ഫിസിക്സിലെ എല്ലാ ഡെറിവേഷൻസും ആ ലൈവിലുണ്ട്. ജസ്റ്റ് യൂട്യൂബിൽ എക്സാമിനർ ഓൾ ഡെറിവേഷൻ ലൈവ് +1 അടിച്ചാൽ മതി. ഓക്കെ, റെഡി. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, ഇനീഷ്യൽ വെലോസിറ്റി, റെഡി. ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ് V0 ആണ്. വാട്ട് വിൽ ബി ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് അനദർ സാറ്റലൈറ്റ് ഓഫ് മാസ് 2m ഇൻ ദ സെയിം ഓർബിറ്റ്? അപ്പോൾ എത്രയോ പ്രാവശ്യം നമ്മൾ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓർബിറ്റൽ വെലോസിറ്റി ആയിക്കോട്ടെ, എസ്കേപ്പ് വെലോസിറ്റി ആയിക്കോട്ടെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിക്കോട്ടെ, ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ബോഡിയുടെ മാസ് m ആണെങ്കിൽ 2m ആണ്, 3m ആണ്, 4m ആണെങ്കിൽ ഇവരൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദി ആൻസർ ഈസ് V0 തന്നെയായിരിക്കും. കാരണം നോക്ക്, ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ക്യാപിറ്റൽ G, ക്യാപിറ്റൽ M അത് എർത്തിന്റെ മാസാണ്, ബോഡിയുടെ മാസമല്ല, സാറ്റലൈറ്റിന്റെ മാസമല്ല. ഉണ്ട് ഇവിടെ സാറ്റലൈറ്റിന്റെ മാസാണ് മാറിയത്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ റേഡിയസ് ഇതിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. Substance which can be stretched to cause larger strains are called elastomers. Elastomers ഡെഫിനിഷൻ തന്നെ ഇതാണ്. നേരെ തിരിച്ചു ചോദിക്കാം, എങ്ങനെ ചോദിക്കാം? വാട്ട് ആർ elastomers? അപ്പോൾ ഇത് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. അടുത്ത റബ്ബർ ബാൻഡൊക്കെ ഇലാസ്റ്റോമസിന് എക്സാം ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡീൽസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ. ഇത് പരീക്ഷയുടെ തലേന്ന് വരെ ഞാൻ പഠിപ്പിച്ച സാധനമാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഞാൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമ്മുടെ ബെർണൂളിസ് പ്രിൻസിപ്പിൾ, കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് ഏരിയാസ്, കെപ്ലറിന്റെ ലോ ഓഫ് ഏരിയാസ്, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഈ 3 ഓർത്ത് വെച്ച് ഇതിൽ ഏതെങ്കിലും പബ്ലിക് എക്സാം ചോദിക്കാം. വീണ്ടും രസകരമായുള്ള കാര്യം, ഇത് മാത്രം ബൈഹാർട്ട് പഠിച്ച് പോയിട്ട് കാര്യമില്ല പബ്ലിക് എക്സാമിൽ. നിങ്ങൾ ഇതിൽ നിന്ന് വേറെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ മോഡൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ മാതൃകാ പരീക്ഷയാണ്. അതായത് ഈ മാതൃകയിലായിരിക്കും ചോദ്യം വരാമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതേ ചോദ്യം വരാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇൻഫാക്ട് ഈ മൊത്തം പേപ്പറിൽ ഒരു 3 ചോദ്യങ്ങളെ മാക്സിമം പബ്ലിക് എക്സാമിൽ മാക്സിമം ടു മാക്സ് റിപ്പീറ്റ് ആവുക. ബാക്കിയുള്ള ഇതേ മാതൃകയായിരിക്കും. മാതൃക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ചോദിച്ചില്ലെങ്കിൽ ബെർണൂളിസ് പ്രിൻസിപ്പിൾ എന്താണ് ബേസ്ഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയാസ് എന്ത് ബേസ്ഡ് എന്ന് ചോദിക്കാം. ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് ഇതേ ചോദ്യം മാത്രം ബൈഹാർട്ട് പഠിക്കുന്ന രീതിയിൽ ചിന്തിക്കരുത്. ഓക്കെ, അപ്പം ഞാൻ ഇതിന്റെ സൊല്യൂഷൻ പറയുമ്പോൾ ഇവിടുന്ന് വേറെ എന്തൊക്കെ വരാമെന്നുള്ള കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അതാണ് നമ്മൾ ടേക്ക് അവേ ആയിട്ട് എടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻ വിച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നോ മീഡിയം ഇസ് റിക്വയർഡ്? മീഡിയം വേണ്ടാത്ത എന്താ? റേഡിയേഷൻ. ഓക്കെ,
അപ്പോൾ ഇനി ഇവിടുന്ന് ചോദ്യങ്ങൾ എങ്ങനെ വരിക? പല രീതിയിലും വരാം. ഫോർ എക്സാമ്പിൾ, ഒരു മെറ്റൽ പൈപ്പ് ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് രീതിയിലാണ് ഉണ്ടാകുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം നിങ്ങൾ തിളപ്പിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത്? അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ കണ്ടക്ഷൻ, പാത്രത്തിലേക്കാണെങ്കിൽ കണ്ടക്ഷൻ. സണ്ണിൽ നിന്ന് എർത്തിലേക്ക് എന്താണ് സൂര്യപ്രകാശം വരുമ്പോൾ അതെന്ത് രീതി? അത് റേഡിയേഷൻ. ആ രീതിയിലൊക്കെ ചോദിക്കും. ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ ചോദിക്കുക? കണ്ടക്ഷൻ്റെ, റേഡിയേഷൻ്റെ, കണ്ടക്ഷൻ്റെ ഡെഫിനേഷൻ ചോദിക്കാം along with exam. ഈ രീതിയിലൊക്കെ പഠിച്ചു വെച്ചു. അല്ലാണ്ട് ഇതിന്റെ ഉത്തരം മാത്രം പഠിച്ചിരിക്കുന്ന രീതി മണ്ടത്തരാണ്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ molecule of gas is directly proportional to average kinetic energy equation by പഠിച്ചു വെക്കുക. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ടെമ്പറേച്ചറോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് എഴുതിയിരിക്കും. ഇത് ബേസ്ഡ് ആയിട്ട് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷനെ ഡെറിവേഷനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പബ്ലിക് എക്സാം മിക്കവാറും ഡെറിവേഷൻ ആയിരിക്കും ചോദിക്കാനാണ് എൻ്റെ പ്രവചനം. A player throws a ball upwards with initial speed at 29.4 meters per second. What is the direction of acceleration during the upward? മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ എത്രയാണ്? ഒരു ആക്സിലറേഷൻ എപ്പോഴും താഴേക്ക് തന്നെയാണ് ഉണ്ടാവുക. ജി എപ്പോഴും താഴേക്കായിരിക്കും ഉണ്ടാവുക. ഡൗൺ എന്ന് എഴുതാം. വാട്ട് ആർ ദി വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദി ബോൾ അറ്റ് ദി ഹൈയസ്റ്റ് പോയിന്റ്? എത്രയാണ്? ബി. വെലോസിറ്റി 0 ആയിരിക്കും ഹൈയസ്റ്റ് പോയിന്റ്. ആക്സിലറേഷൻ താഴേക്ക് ജി തന്നെ ഉണ്ടാവും. റെഡിയാണോ സാർ? ഇവിടുന്ന് വേറെ എന്തൊക്കെ ചോദ്യം ചോദിക്കാം? ഇവിടുന്ന് ഇതിന്റെ മുകളിലേക്കുള്ള ടൈം ചോദിക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. മുകളിലേക്ക് പോകുന്ന ടൈം ചോദിക്കാം, മുകളിലേക്ക് എത്ര ഹൈറ്റ് വരെത്തും ചോദിക്കാം. അപ്പോൾ അതൊക്കെ പഠിച്ചു വെച്ചു. ഓക്കെ, ഇക്വേഷൻ ഈ ബൈഹാർട്ട് അറിയില്ലെങ്കിൽ ബൈഹാർട്ട് പഠിച്ചു വെച്ചു. മുകളിലേക്കുള്ള ടൈം u ബൈ ജി. യു എത്രയാണ്? ഇത് ജി എത്രയാണ്? 9.8 ഇട്ടുക. ഓക്കെ, മുകളിലേക്കുള്ള ഹൈറ്റ് u²/2g. ഇത് ഷോർട്ട് കട്ട് ഫോർമുലാസ് ആണ്. പരീക്ഷയിൽ ഷോർട്ട് കട്ട് ഫോർമുലാസ് ഉപയോഗിക്കുന്ന അത്ര നല്ലൊരു ഐഡിയ ഇല്ല. മാർക്ക് കിട്ടില്ല എന്നല്ല, പക്ഷേ നിങ്ങൾ പ്രോപ്പർ രീതിയിൽ ചെയ്യാം. പ്രോപ്പർ രീതിയിൽ ഇങ്ങനെ ചെയ്യാം. അറിയില്ലെങ്കിൽ 10 hours ലൈവ് പഠിപ്പിച്ചു തരല്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പോകാം. If A and B are two vectors of different magnitude, A plus B is equal to A minus B ഒരിക്കലും ആവാൻ പോകുന്നില്ല. കാരണം A plus B എങ്ങനെയായിരിക്കും ഉണ്ടാവുക? B ഇതാണ്, അല്ല A ഇതാണ്, B ഇതാണെങ്കിൽ A plus B ഇതാ പാരലോഗ്രാം ലോ വെച്ച് ഇതാണ് A plus B ഉണ്ടാവുക. A minus B എങ്ങോട്ട് ഉണ്ടാവുക? ആദ്യം ബിന്റെ മൈനസ് എടുക്കും. ബിന്റെ മൈനസ് ഇതായിരിക്കും മൈനസ് ബി. അപ്പോൾ A minus B എന്ന് പറഞ്ഞാൽ A plus minus B ആണ്. അത് ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ A minus B ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് വേറെ വേറെ ഡയറക്ഷനാണ്. ഒരിക്കലും അത് ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടും വേറെ വേറെ ഡയറക്ഷനാണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആവുകയാണെങ്കിൽ, രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ സെയിം ആക്കാൻ പറ്റും. പക്ഷേ ഡയറക്ഷൻ വേറെ ആയതുകൊണ്ട് ഒരിക്കലും രണ്ട് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ഈക്വൽ ആണോ? അല്ല. പക്ഷെ എന്ത് പോസിബിൾ ആണ്? ബട്ട് മാഗ്നിറ്റ്യൂഡ് ക്യാൻ ബി ഈക്വൽ. ഇവരുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകാനുള്ള സാധ്യതയുണ്ട്. അതെപ്പോൾ മാത്രം? അത് ആംഗിൾ θ = 90 ഡിഗ്രി ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്ത് പോസിബിൾ ആണ്. പബ്ലിക് എക്സാമിന് അത് വരാം. ക്യാൻ ദിസ് ബി പോസിബിൾ? ഇത് പോസിബിൾ ആവുന്നില്ല. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുന്ന രീതി പോസിബിൾ ആവാൻ പറ്റും. എപ്പം θ = 90 ഡിഗ്രി ആയി. അപ്പോൾ അതിന്റെ പ്രൂഫ് വരും. പരീക്ഷ ചോദിച്ചിട്ട് ചോദ്യമാണ് അതൊക്കെ. പ്രൂഫ് വരും. എന്താ പ്രൂഫ്? അപ്പോൾ മാഗ്നിറ്റ്യൂഡിന്റെ ഫോർമുല എന്താണ് മക്കളെ? √(a² + b² + 2ab cos θ. A minus b മാഗ്നിറ്റ്യൂഡിന്റെ ഫോർമുല എന്താണ്? സെയിം ഫോർമുല a² + b². പ്ലസിന് പകരം -2ab cos θ. രണ്ടിടത്ത് സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോയി കിട്ടും. അപ്പോൾ a² + b² + 2ab cos θ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പുറത്ത് a² + b² + -2ab cos θ. ഓക്കെ, a² കട്ട്, b² കട്ട്. ഒരു കാര്യം ചെയ്യും, -2ab cos θ ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ 2ab cos θ ഉണ്ടോ? ആ 2ab cos θ കൊണ്ടുണ്ടോ? മൈനസ് ഇവിടെ പ്ലസ് ആവില്ല. അപ്പോൾ ടോട്ടൽ എത്രയാ? 4ab cos θ = അപ്പുറത്ത് 0 മാത്രം. എയും ബിയും ഒന്നും 0 അല്ല, 4ഉം 0 അല്ല. അപ്പോൾ cos θ മാത്രം 0 ആവുന്നുള്ളൂ. cos θ + 0 θ = 90 ഡിഗ്രി ആവും. അപ്പോൾ ഈ ഒരു സംഗതി പോസിബിൾ ആണ്. പക്ഷേ θ 90 ഡിഗ്രി ആവും. പക്ഷേ എന്ത് പോസിബിൾ അല്ല? ഇത് പോസിബിൾ ഒരിക്കലും ഇല്ല. പഠിച്ചേക്കാം. റൈറ്റ് ടു പ്രോപ്പർട്ടീസ് ഓഫ് നൾ വെക്ടർ. നൾ വെക്ടർ അഥവാ സീറോ വെക്ടർ. സീറോ വെക്ടറിന്റെ പരീക്ഷയിൽ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? എന്താണ്? പ്രോപ്പർട്ടീസ് ആണ്. ഒന്നുമില്ല, A + 0 = A തന്നെ. ലാംഡ എന്ന് പറഞ്ഞൊരു സ്കെയിലാർ × 0 = ലാംഡ തന്നെ. ഇനി വേണം പറയാം ഒരു വെക്ടർ × 0 വെക്ടർ, അതും 0 തന്നെ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. മൂന്നാമത്തെ പ്രോപ്പർട്ടി ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ് കേട്ടോ. ഇത് നമ്മൾ പൊതുവെ പഠിപ്പിക്കാത്തൊരു സാധനമാണ്, പക്ഷെ ഓർത്ത് വെച്ചേക്കാം. ഇവിടുന്ന് ചോദിക്കാൻ പറ്റിയ വേറെ ചോദ്യം എന്താണ്? സീറോ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? 0. സീറോ വെക്ടർ ഡയറക്ഷൻ എന്താ? ഡയറക്ഷൻ ആർബിട്രറി ആണെന്ന് പറയും. പ്രത്യേക ഡയറക്ഷൻ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്. വർക്ക് ഡൺ ഇൻ മോഷൻ ഓഫ് എ ബോഡി ഓവർ ക്ലോസ് ലൂപ്പ് is 0 for കൺസർവേറ്റീവ് ഫോഴ്സ്. കറക്റ്റ് ആണ്. ക്ലോസ് ലൂപ്പിനാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് 0 വർക്ക് ആയിരിക്കും. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് അവിടെ വർക്ക് ഉണ്ടാവും. സ്ട്രേറ്റ് ടു വർക്ക് ഫോഴ്സ്. ഇത് ട്രൂ ആണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഗീവ് റീസൺ ഫോർ ആൻസർ. ഈ റീസൺ എന്താണ് മക്കളെ? ഇപ്പോൾ ഒരു ലൂപ്പിൽ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാം. A എന്ന് ബിയിലേക്ക്, ബി എന്ന് എയിലേക്ക് പോകണം. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ പാത്തിനെ വർക്ക് ഡിപ്പെൻഡ് ചെയ്തില്ല. അതായത് WAB എന്തായിരിക്കും? അങ്ങോട്ടുള്ള വിൽ ബി ഈക്വൽ ടു WBA തന്നെ ആയിരിക്കും. WBA നെഗറ്റീവ് ആയിരിക്കും. അങ്ങോട്ട് ഇങ്ങനെ പോയാലും ഇങ്ങോട്ട് എങ്ങനെ വന്നാലും വർക്ക് മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ശരി. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടുക? WAB + WBA = അപ്പുറത്ത് 0. അങ്ങോട്ട് പോയുള്ളൂ ഇങ്ങോട്ട് പോയുള്ളവർക്ക് 0. ബേസിക്കലി അങ്ങോട്ട് പോയില്ല ഇങ്ങോട്ട് പോയുള്ള വർക്ക് 0 ആണെന്നതിന്റെ പ്രൂഫാണ് ഇവിടെ എഴുതിയിരിച്ചത്. ഓക്കെ,
അപ്പോൾ അത് നിങ്ങൾ വാക്കിൽ എഴുതിയാലും മതി. കൺസർവേറ്റീവ് ഫോഴ്സിന് ക്ലോസ് പാത്തിൽ 0 ആയിരിക്കും, അതിന്റെ പ്രോപ്പർട്ടി ആണെന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. പക്ഷെ വൈ എന്ന് ചോദിച്ചത് കൊണ്ടാണ്, അവിടെ ചോദിച്ചില്ലേ വൈ ടു സേ ട്രൂ ഓർ ഫോൾസ്, ഗീവ് റീസണിന്റെ റീസൺ ആണ്. ഓക്കെ, ക്ലാസിഫൈ ഫോളോയിങ് ഇൻടു കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ആണ്, വിസ്കസ് ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ആണ്, മാഗ്നറ്റിക് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ആണ്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ പൊതുവെ കൊടുക്കാറില്ല, കാരണം ഇത് ജനറലി നോൺ കൺസർവേറ്റീവ് ആണെന്നാണ് പറയാം. ഓക്കെ, ഇതിനങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പോസിബിൾ അല്ല ശരിക്കും. നിങ്ങൾ ഹയർ ഓർഡർ ഫിസിക്സ് ഒക്കെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇതിന് നമ്മളങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ജനറലി ഇതിനെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചാൽ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, സ്പ്രിംഗ് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അത് മൂന്നാണ് കൺസർവേറ്റീവ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോൺ കൺസർവേറ്റീവ് ആണെന്ന് ഉറപ്പിച്ചാൽ മതി. ആരൊക്കെ? ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ്, ഈ മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ എന്ത് പേര് കേട്ടാലും നോർമൽ റിയാക്ഷൻ ഒക്കെ കേട്ടാലും ഓർത്തോ അത് നോൺ കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് മൂന്നെണ്ണം. ആ രീതിയിൽ ഉറപ്പിച്ച വലിയ പ്രശ്നമില്ല. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന റൊട്ടേഷണൽ ലോ ഓഫ് മാസ് കഴിഞ്ഞു. അതിന്റെ ഇക്വേഷൻ കൂടി എഴുതി വെച്ച് പോയിന്റ് പാർട്ടിക്കലിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² നമ്മൾ ഉപയോഗിച്ച പരിഗണിക്കും. ഫാക്ടേഴ്സ് എന്താ, അതൊക്കെ എപ്പോഴും പഠിക്കുന്നതാണ്. മാസ്, ഷേപ്പ് ആൻഡ് സൈസ്. പരീക്ഷയുടെ തലേന്നും കൂടി മോർണിംഗ് ന്യൂസ് അല്ല പഠിച്ചത്. ഇതൊക്കെ എഴുതി വെക്കുക, പണി തീർക്കാം. കെപ്ലർസ് ലോ, സെക്കൻഡ് ലോ ഓഫ് ഏരിയാസ് എന്താണ്? ലൈൻ ദാറ്റ് ജോയിൻസ് പ്ലാനറ്റ് ടു ദി സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ടൈം. പരീക്ഷയുടെ തലേന്ന് എല്ലാ ലോസും കൂടി ഒറ്റ സ്ലൈഡിൽ പഠിച്ച് ഓർമ്മയുണ്ടല്ലോ, പഠിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടോ? Figure shows particle position at PQRS. Planet has different velocity distribution. നല്ല കാര്യം. Identify position with highest kinetic energy. എവിടെയായിരിക്കും kinetic energy കൂടുതൽ? സ്പീഡ് കൂടുതൽ സ്ഥലത്ത് എവിടെയായിരിക്കും സ്പീഡ് കൂടുതൽ? ഇത് നമ്മൾ പറഞ്ഞ കാര്യമല്ലേ മക്കളെ? ഏറ്റവും സണ്ണിന് അടുത്ത സമയത്ത് ഈ പെരിഹീലിയൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും സ്പീഡ് ഏറ്റവും കൂടുതൽ. സോ അവിടെയായിരിക്കും kinetic energy ഉണ്ടാകും. ഏറ്റവും സ്പീഡ് കുറവ് എവിടെയായിരിക്കും ഉണ്ടാകും? ഇവിടെ ഏറ്റവും സ്പീഡ് കുറവ്, മിനിമം സ്പീഡ് ഇവിടെ ആയിരിക്കും ഉണ്ടാകും. അതിനെ എഫീലിയൻ എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാത്ത പരീക്ഷയിൽ. എഫീലിയൻ മിനിമം സ്പീഡ് ആയിരിക്കും, സോ മിനിമം kinetic energy. ഇത് മാക്സിമം സ്പീഡ്. ഓക്കെ, പഠിച്ചേക്കാം. ഈ മൊത്തം മോഷനിൽ ഒരാൾ കോൺസ്റ്റന്റ് ആണ്. ആരാണ് കോൺസ്റ്റന്റ്? സ്പീഡാണ് കോൺസ്റ്റന്റ്. ഈ മൊത്തം മോഷനിൽ കോൺസ്റ്റന്റ് ആൾ ആംഗുലർ മൊമെന്റ് ആണ്. കാരണം മൊത്തം മോഷൻ ടോർക്ക് 0 ആണ്, ആംഗുലർ മൊമെന്റ് കോൺസ്റ്റന്റ്. ഇതൊക്കെ ചോദിക്കാം. ആരാണ് കോൺസ്റ്റന്റ്? മൊമെന്റ് കോൺസ്റ്റന്റ് അല്ല, കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് അല്ല, സ്പീഡ് കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, ആംഗുലർ മൊമെന്റ് മാത്രമാണ് കോൺസ്റ്റന്റ്. ഓക്കെ, പഠിച്ചു. സിമ്പിൾ പരിപാടികളാണ്. അടുത്ത സ്റ്റേറ്റ് ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്. ലോസിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ, പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എല്ലാ സ്റ്റേറ്റ്മെന്റ്സും പഠിച്ചു. പിന്നെ കൺസർവേഷൻ ലോസിന്റെ സ്റ്റേറ്റ്മെന്റ്, കൺസർവേഷൻ മൊമെന്റം, കൺസർവേഷൻ ആംഗുലർ മൊമെന്റം ഒക്കെ പഠിച്ചു. ഓക്കെ, ഏതെങ്കിലും രണ്ടെണ്ണം ചോദിക്കും പരീക്ഷ. പഠിച്ചിരിക്കണ മാർക്ക് കിട്ടിയില്ല. Heat supplied to a system is used to increase internal energy of system and do work on the surroundings. Delta Q is equal to delta U plus W. The internal energy of a system is equal to work done on the system. ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സംഭവം എപ്പോഴാണ് നടക്കുക? ഏത് പ്രോസസ്സിലാണ് നടക്കുക? അപ്പോൾ ഇന്റേണൽ എനർജിയും വർക്ക് സെയിം ആവണം. അത് എപ്പോഴായിരിക്കും നടക്കുക? ഈക്വേഷൻ എഴുതി നോക്കിക്കേ. ഈ സാധനം സെയിം ആണെങ്കിൽ ഇത് 0 ആവണ്ടേ? അത് 0 ആക്കുക. ഡെൽറ്റ Q is equal to 0 ആണ്, ഡെൽറ്റ U is equal to മൈനസ് ഡെൽറ്റ W. മൈനസ് കുഴപ്പമില്ല, കാരണം ഡു സിസ്റ്റം വർക്ക് ഓൺ സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് വർക്കാണ് വർക്ക് ഓൺ ദി സിസ്റ്റം. അപ്പോൾ അത് എപ്പോഴാണ് നടക്കുക? അത് ഡെൽറ്റ Q is equal to 0 ആകുമ്പോഴാണ് നടക്കുക. ഡെൽറ്റ Q is equal to 0 എന്ന് എന്താ പ്രോസസ് മക്കളെ? അഡിയാബാറ്റിക് പ്രോസസ്സാണ്. മനസ്സിലായില്ല? അപ്പോൾ ഈക്വേഷൻ എഴുതി നോക്കാം. ഇക്വേഷൻ നോക്കുമ്പോൾ എന്താണ് കാര്യം മനസ്സിലാവും. റെഡി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം, എപ്പോഴാണ് ഹീറ്റ് ഗിവൺ ടു ദി സിസ്റ്റം ഈസ് യൂസ് ടു ഡു വർക്ക് ഓൺ സിസ്റ്റം? എപ്പോഴാണ് ഇത് കണ്ടത്? കംപ്ലീറ്റ് ഹീറ്റ് ഗിവൺ ടു ദി സിസ്റ്റം ഈസ് യൂസ് ടു ഡു വർക്ക് ഓൺ ദി സറൗണ്ടിങ്സ്. ഇത് എപ്പോഴായിരിക്കും വരിക? വളരെ സിമ്പിൾ. ഈ മൊത്തം ഹീറ്റ് വർക്ക് ആവണമെങ്കിൽ ഡെൽറ്റ U 0 ആയിരിക്കണം. യെസ്, ഇംപ്ലൈസ് ഡെൽറ്റ U 0 ആയിരിക്കണം. ഇത് മൊത്തം ഹീറ്റ് വർക്ക് ആവണമെങ്കിൽ ഡെൽറ്റ U 0 ആയിരിക്കണം. എപ്പോഴും ഡെൽറ്റ U 0 ആവാം? ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യില്ല. ഇന്റേണൽ എനർജി എന്നാൽ ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണ്. ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് അർത്ഥം. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തില്ലാത്ത പ്രോസസ് എന്താണ്? ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അല്ലാണ്ട് ഇതേ ചോദ്യം പരിപാടി മാത്രം പഠിച്ച് പോകരുത്. ഇതും കൂടി പഠിക്കാം. മിക്കവാറും ഇതായിരിക്കും വരിക. 90% ഇതായിരിക്കും വരിക, അല്ലാണ്ട് ഇതല്ല വരിക. അപ്പോൾ ആ രീതിയിലാണ് ആലോചിക്കുന്നത് കേട്ടോ. സിമ്പിൾ പരിപാടി. ഓക്കെ, പിന്നെ വേറെ ഇങ്ങനെ ചോദിക്കാം, ഏത് പ്രോസസ്സാണ്? അതും കൂടി പറഞ്ഞാൽ എല്ലാം ആയല്ലോ. ഏത് പ്രോസസ്സിലാണ് മൊത്തം ഹീറ്റ് കൊടുക്കുന്നത് ഇന്റേണൽ എനർജി ആയി മാറാം? ഏത് പ്രോസസ്സിലായിരിക്കും? ഇവിടെ മൊത്തം ഹീറ്റ് ഇന്റേണൽ എനർജി ആയി മാറാൻ വർക്ക് 0 ആയിരിക്കും. ഓക്കെ, ശരി, വർക്ക് 0. ഡെൽറ്റ W is equal to 0. ഡെൽറ്റ W 0 ആണെങ്കിൽ ഡെൽറ്റ W ഇക്വേഷൻ എന്താണ്? P into ഡെൽറ്റ V അല്ലേ? അത് 0 ആണെങ്കിൽ ഡെൽറ്റ V 0 ആയിരിക്കണം. ഡെൽറ്റ V 0 ആയിരിക്കും. ഇവിടെ ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. അപ്പോൾ എന്ത് പ്രോസസ്സാണ്? ഐസോകോറിക് പ്രോസസ് അല്ലേ? ഐസോകോറിക് പ്രോസസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം, പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം പിടി. വാട്ട് വുഡ് ബി ദ എഫക്റ്റ്? വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. വാട്ട് വുഡ് ബി ദ എഫക്റ്റ് ഓഫ് RMS വെലോസിറ്റി ഓൺ ഗ്യാസ് മോളിക്യൂൾസ് ഇഫ് ദി ടെമ്പറേച്ചർ ഓഫ് ഇൻക്രീസ്? RMS വെലോസിറ്റി ഇക്വേഷൻ പഠിക്കുക. ടെമ്പറേച്ചർ കൂട്ടിയാൽ RMS വെലോസിറ്റി കൂടില്ല, കാരണം RMS is directly proportional to root of temperature. ടെമ്പറേച്ചർ കൂട്ടി ഇത് കൂടും. സിമ്പിൾ. കാൽക്കുലേറ്റ് ദി RMS root mean square velocity of oxygen molecule at 100 Kelvin. വളരെ സിമ്പിൾ.
ഇക്വേഷൻ ഉണ്ട്, ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 R എന്ന് പറഞ്ഞാൽ 8.314, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 100 കെൽവിനിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ധാരാളം കൂടി ചെയ്യുന്നതാണ് അവിടെ. അത് ഇട്ട് കൊടുക്കുക. മാസ് ഇത് അവിടെ തന്നിട്ട് മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ മോളിക്കുലർ ഈ ഫോർമുല ഉപയോഗിക്കണം, മോളിക്കുലർ മാസ് ആണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് മോളിക്യൂളിന്റെ മാസ് ഉപയോഗിച്ചിട്ട് ചെയ്യണം, യു ഒക്കെ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് ഫോർമുല ഉപയോഗിക്കണം? VRM=√3kT/m ഉപയോഗിക്കണം. ഇതിൽ നിങ്ങൾക്ക് യുലാണ് ഇടേണ്ടത് മാസ്, പക്ഷെ അത് ഉപയോഗിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇതിനെ ഉപയോഗിച്ചാൽ കാരണം ഡേറ്റ ഒക്കെ തന്നതല്ലേ, അപ്പോൾ ഇതിനെ ഉപയോഗിക്കുക. ഇട്ട് കൊടുക്കുക. 32 ഗ്രാം കിലോഗ്രാമിലേക്ക് ആക്കണമെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, അത് ചെയ്തു. അവസാനം കിട്ടുക 279.1 m/s. റെഡി ആണല്ലോ? ഇതൊക്കെ ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റൻ ആണ്, ഫോർമുല പഠിച്ചു വെക്കാം. ഡ്രോ ദി വെലോസിറ്റി ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോം ആക്സിലറേഷൻ മോഷൻ ഇതാണ്. ഓക്കെ, ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്യാണ് ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും, ആക്സിലറേഷൻ ഡിക്രീസ് ചെയ്യാണ് ഈ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. പഠിച്ചു വെക്കാം. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഡിറൈവ് ദി ഇക്വേഷൻ. ഏതാണ് ഇക്വേഷൻ? S = ut + RVT² അല്ലേ? കഴിഞ്ഞു. ഇതെല്ലാം കൂടി ഡിറൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. S എന്ന് പറഞ്ഞാൽ x ആണ്, u എന്ന് പറഞ്ഞാൽ v ആണ്, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ അറിഞ്ഞിട്ട് മാർക്ക് കിട്ടും, ഡോണ്ട് വറി. ഓക്കെ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി പഠിക്കേണ്ട എന്താണ്? ഇത് മാത്രമല്ല, ബാക്കിയുള്ള ഡെറിവേഷൻ പഠിക്കണം. v² = u² + 2s ചോദിക്കാം, v = u + ad ചോദിക്കാം, ചിലപ്പോൾ രണ്ടും കൂടി ചോദിക്കാം. ഓക്കെ, പിന്നെ സ്ട്രെയിൻലി ഈ പരീക്ഷയിൽ പ്രൊജക്ടൈൽ മോഷന്റെ ഡെറിവേഷൻ ഒന്നും കണ്ടില്ല, അപ്പോൾ ഇതിന്റെ അർത്ഥം പബ്ലിക് എക്സാം എന്തായാലും ഉണ്ടാവും. എന്തായാലും ഉറപ്പിച്ചോ. പ്രൊജക്ടൈൽ മോഷന്റെ മൂന്നിന്റെയും പഠിച്ചു. റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൈറ്റ്. സ്റ്റേറ്റ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. അപ്പോൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചു, ഫസ്റ്റ് ലോ ചോദിച്ചു, അതുപോലെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ചോദിച്ചു. അപ്പോൾ എന്തായാലും തേർഡ് ലോയും ഫസ്റ്റ് ലോയും ന്യൂട്ടൺ സെക്കൻഡ് ലോ ഒക്കെ പഠിച്ചോ, എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, ദി ഫോഴ്സ് ആക്ടിംഗ് ഓൺ പാർട്ടിക്കൽ മാസ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ഫോഴ്സ് ടൈം ഗ്രാഫ് ഷോൺ ബിലോ. ഫൈൻഡ് ദി ചേഞ്ച് ഇൻ മൊമെന്റം. ഇത് ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചാണ്, പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ, ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയ എപ്പോഴും പഠിപ്പിക്കുന്നതല്ലേ മക്കളെ? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ വർക്ക് ആയിരിക്കും, ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയ ഇമ്പൾസ് അഥവാ ചേഞ്ച് ഇൻ മൊമെന്റ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഏരിയ എടുക്കുക, അത് ഇമ്പൾസ് ആയിരിക്കും. ഇമ്പൾസ് ആണ് ചേഞ്ച് ഇൻ മൊമെന്റ്, ആ ചേഞ്ച് ഇൻ മൊമെന്റ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പൾസ് ചോദിച്ചാൽ ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഏരിയ എടുക്കുക, ഈ ട്രയാംഗിൾ ഏരിയ RBH, റെക്ടാംഗിൾ ഏരിയ LB, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പരിപാടി എടുക്കുക. 37.15 kg/s എന്നോ ഓർ ന്യൂട്ടൺ സെക്കൻഡ് എന്നോ എന്ത് എഴുതിയും കുഴപ്പമില്ല. രണ്ടും ചേഞ്ച് ഇൻ മൊമെന്റിന്റെ അഥവാ ഇമ്പൾസിന്റെ യൂണിറ്റ്സ് ആണ്. സിമ്പിൾ പരിപാടി. അടുത്തോടി പിന്നെ ചെക്ക് ചെയ്യണം, സെക്കൻഡ്സ് ആണ്, പോസ്റ്റ് ന്യൂട്രലാണ്. ഓക്കെ, കുഴപ്പമില്ല. സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഉണ്ടാക്കാം. ഈ ലോ സ്റ്റേറ്റ്മെന്റ് വെറുതെ പഠിച്ച വെറുതെ ഒരു മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു 8 മാർക്കെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. കഴിഞ്ഞു. ഈ ഡെറിവേഷൻ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ട് മക്കളെ, റൊട്ടേഷനിൽ വേറെ 2 ഡെറിവേഷൻ റൊട്ടേഷൻ പഠിക്കാനാണ്. അതിൽ ഒരെണ്ണം കൈനറ്റിക് റൊട്ടേഷൻ, കൈനറ്റിക് ഡെറിവേഷൻ ഓർമ്മ ചെയ്തു. അപ്പോൾ എന്തായാലും ഇതല്ലേ മറ്റേ ചോദിക്കില്ലേ? പഠിച്ചു വെച്ചു, പബ്ലിക്കിൽ ചോദിച്ചിരിക്കും, ഉറപ്പ് എഴുതി വെച്ചു, ഈ സാധനം ചോദിച്ചിരിക്കും. ഓക്കെ, ചെയ്യാൻ പോകുന്നില്ല. ഡെറിവേഷൻ്റെ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെറിവേഷൻ ലൈവ് കാണാം കേട്ടോ. കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഡെറിവേഷൻ മാത്രം ഞാൻ ഇവിടെ ചെയ്തിരുന്നത് കാര്യമില്ല, നിങ്ങളെല്ലാം പഠിക്കണം. മനസ്സിലായി? ഈ ഡെറിവേഷൻ മാത്രം ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാം പഠിക്കണം. കാരണം ഏത് വരാമെന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായി? പക്ഷെ വരും എന്നുള്ള കാര്യം പറയാം. സ്റ്റേറ്റ് ഹൂക്സ് ലോ, അതായത് ആ ഡെറിവേഷൻ എല്ലാ ഡെറിവേഷൻ പഠിച്ചാൽ എനിക്ക് ഫുൾ മാർക്ക് ഡെറിവേഷൻ കിട്ടുമെന്ന് പറയാം. 20-23 മാർക്കിന്റെ ഡെറിവേഷൻ പൊതുവെ വരാറ്. സ്റ്റേറ്റ് ഹൂക്സ് ലോ ഇൻ ഇലാസ്റ്റിക്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റഡ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. കഴിഞ്ഞു. സേ ട്രൂ ഓർ ഫാൾസ്? യങ്സ് മോഡൽസ് ഓഫ് റബ്ബർ ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റീൽ. അല്ല, സ്റ്റീലിന്റെയാണ് യങ്സ് മോഡൽസ് കൂടുതൽ റബ്ബറിനെക്കാളും. ആൻസർ ഫാൾസ് ആണ്. ഇവിടുന്ന് വേറെ ചോദ്യങ്ങൾ ചോദിക്കാം. വിച്ച് ഇസ് മോർ എലാസ്റ്റിക്, സ്റ്റീൽ ഓർ റബ്ബർ? ആൻസർ സ്റ്റീലാണ്. കാരണം യങ്സ് മോഡൽസ് സ്റ്റീലിനാണ് കൂടുതൽ, അതാണ് കൂടുതൽ എലാസ്റ്റിക്. എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പിടിച്ച് വരയ്ക്കാൻ പറ്റുന്ന കഴിവല്ല, വലിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള കഴിവാണ്. തിരിച്ചു വരാണ്, അതാണ് സ്റ്റീലിനാണ് കൂടുതൽ, റബ്ബർ തിരിച്ചു വരില്ല. ഓക്കെ, സ്ട്രെച്ചിങ് ഓഫ് കോയിൽ ഇസ് ഡിറ്റർമിൻഡ് ബൈ ഷിയർ മോഡൽസ്. കറക്റ്റാണ്. കാരണം എന്താണ്? കോയിൽ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെങ്ത് കൂടുന്നില്ല അല്ലെ? ഒരു വയർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് കൂടുന്നു, ഡെൽറ്റയിൽ ഉണ്ടാവും. അപ്പോൾ യങ്സ് മോഡൽസ് ആണ് അവിടെ നമ്മൾ നോക്കാം. ഒരു കോയിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അതിന്റെ ലെങ്ത് കൂടുന്നില്ല, നീളം കൂടുന്നില്ല, അതിന്റെ ഷേപ്പ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് വരിക? ഷിയർ മോഡൽസ് ആണ് വരിക. സോ ദി ആൻസർ ഇസ് ഷിയർ മോഡൽസ്. കറക്റ്റ്, ഇറ്റ് ഇസ് ട്രൂ. ദി NCERT എക്സസൈസ് ക്വസ്റ്റൻ ആണോ? എക്സസൈസ് ക്വസ്റ്റൻ. It is easy and less feasible to use thin needle and for same applied force. Which needle? ഏതായിരിക്കും? പ്രഷറിന് ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഏരിയ കുറവുള്ള ആൾക്കാണ് പ്രഷർ കൂടുതൽ, അപ്പോൾ എഴുതി വെക്കുക. അപ്പോൾ തിൻ നീഡിലിനായിരിക്കും കൂടുതൽ പ്രഷർ ഉണ്ടാവുക. എന്തുകൊണ്ടാണ്? ഏരിയ കുറവായതുകൊണ്ട്. ഏരിയ കുറവാണെങ്കിൽ പ്രഷർ കൂടും, ബിക്കോസ് പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പോൾ ഇതിന്റെ ലോജിക് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഏരിയ കുറവാകുമ്പോൾ പ്രഷർ കൂടിയോണ്ട് ഈസി ആയിട്ട് ഉള്ളിൽ കയറിക്കോളും, നല്ല പ്രഷറുണ്ട്. മറ്റേ ഏരിയ കൂടുതൽ തടിയുള്ള നീഡിലാണെങ്കിൽ എന്താ കുഴപ്പം? ഏരിയ കൂടുതലുണ്ട്, പ്രഷർ കുറവായിരിക്കും, അപ്പോൾ ഈസി ആയിട്ട് ഉള്ളിൽ കയറില്ല, കയറില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉള്ളിൽ കയറ്റാൻ. 2 vessels of shape, ഇത് നമ്മൾ പഠിച്ചല്ലേ? ഹൈഡ്രോസ്റ്റാറ്റിക് പാരാഡോക്സ് പഠിച്ച് തന്നല്ലേ മക്കളെ? ഓഫ് ഡിഫറെന്റ് ഷേപ്പ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ ടു സെയിം ഹൈറ്റ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇഫ് ദി പ്രഷർ ഓൺ ബേസ് ഓഫ് ഈച്ച് വെസൽ സെയിം ആയിരിക്കും. സെയിം ഹൈറ്റ് ആണ്, സെയിം ആയിരിക്കും. കാരണം എന്താ? വൈ? എന്തുകൊണ്ടാണ്? യെസ്, റീസൺ എന്താ? പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോൺ. ഹൈറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ പേരെന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് പാരാഡോക്സ്. പരീക്ഷയിൽ പബ്ലിക് എക്സാമിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പാരാഡോക്സ് ഒന്നായിരിക്കും ചോദിക്കുക. പഠിച്ചിട്ടോ? Analogous expansion
എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അറിയാലോ, മാക്സിമം ഡെൻസിറ്റി വാട്ടറിന്റെ എപ്പോഴായിരിക്കും ഉണ്ടാവുക 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പൊ താഴെ 4 ഡിഗ്രിയാണ്, മുകളിലും 4 ഡിഗ്രിയാണ്, കുഴപ്പമൊന്നുമില്ല. മുകളിലെ 3 ഡിഗ്രി ആകുമ്പോഴോ അത് അവിടെ തന്നെ നിൽക്കും, കാരണം താഴെ 4 ഡിഗ്രിക്ക് ഡെൻസിറ്റി കൂടുതൽ. മുകളിലെ 2 ഡിഗ്രി ആകുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കും, 1 ഡിഗ്രി ആകുമ്പോൾ അവിടെ തന്നെ നിൽക്കും, 0 ഡിഗ്രി ഐസ് ആയാലും അവിടെ തന്നെ നിൽക്കും, കാരണം താഴെ 4 ഡിഗ്രിക്ക് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ താഴെ മൊത്തം വെള്ളമായിരിക്കും 4 ഡിഗ്രിയിൽ, മുകളിൽ മൊത്തം ഐസ് ആയിരിക്കും ഉണ്ടാവുക. ഇത്രയുള്ള അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ലേക്സിന്റെ സർഫസ് മാത്രം ഫ്രോസൺ ആയി പോകുന്നതിന്റെ ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, നിങ്ങൾ ആ ഗ്രാഫും കൂടി വരച്ചത്, ഡെൻസിറ്റിന്റെ വോളിയത്തിന്റെ ഗ്രാഫും കൂടി വരച്ചു വെച്ചതാ. ഇത് ഡെൻസിറ്റിന്റെ ഗ്രാഫ് വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ്, ഇത് വോളിയത്തിന്റെ ഗ്രാഫ്, ഇതും കൂടി വരച്ചു വെച്ചത്രേ ഉള്ളൂ. ഇത്രയും വേണ്ട വരച്ചു വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ. ഓക്കെ, ഇത് ബേസിക്കലി മാക്സിമം ഡെൻസിറ്റി എവിടെയായിരിക്കും ഉണ്ടാവുക 4 ഡിഗ്രി സെൽഷ്യസ് മാക്സിമം ഡെൻസിറ്റി, 4 ഡിഗ്രി സെൽഷ്യസ് മിനിമം വോളിയമാണ് മാക്സിമം ഡെൻസിറ്റി. ഗ്രാഫ് വെച്ചു ക്ലിയർ ആണ്. നമുക്ക് ലേറ്റന്റ് ഹീറ്റ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഇക്വേഷൻ ആപ്ലിക്കേഷൻ ആണ്. ഈ ഇക്വേഷൻ ആപ്ലിക്കേഷൻ L = Q/M, Q = ml സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പരിപാടി. ഓക്കെ, ഇത് ഇങ്ങനെ ചോദിക്കട്ടോ, പബ്ലിക് എക്സാം ചിലപ്പോൾ മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ചിലേക്ക് ചോദിക്കുക, MC ∆T ഉപയോഗിച്ചിലേക്ക് ചോദിക്കുക. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചു വെച്ചു. ടെക്സ്റ്റ് ബുക്കിൽ 2-3 എക്സാം ക്വസ്റ്റൻസ് ഉണ്ട്, പഠിച്ചു വെച്ചു. അല്ലെങ്കിൽ പേടിക്കണ്ട, ലൈവിൽ വരാം, 10 hours ലൈവിൽ ഇതൊക്കെ ചെയ്യിപ്പിക്കും, എല്ലാം ചെയ്യിപ്പിക്കും. ഓക്കെ, കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മാത്രമല്ല പബ്ലിക് എക്സാം ചോദിക്കുക, വേറെ ഇതിനും കുറെ ചോദ്യങ്ങൾ ചോദിക്കാട്ടോ, മനസ്സിലല്ലേ? ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ വർക്കിംഗ് എന്നാണ് ഐസോതെർമൽ എക്സ്പ്രഷൻ. ഐസോതെർമൽ അഡിയാബാറ്റിക് രണ്ടും പഠിച്ചിട്ട് ഏതൊരു പബ്ലിക് എക്സാം വന്നിരിക്കും. ഡെറിവേഷൻ ആണ്, ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിൽ ഡെറിവേഷൻ എഴുതുകയാണ്, അത് പഠിക്കുന്നത് 10 hours വരെ. State the principle of homogeneity of dimensions. Only quantities the same dimension formula can be added separate. Simple. Which of the following has unit but no dimension? Strain അല്ല, strain യൂണിറ്റിലുള്ള ഡയമെൻഷൻ ഇല്ല. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു V2 - V1 ആണ്. അതിന് യൂണിറ്റും ഉണ്ട്, ഡയമെൻഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. ആംഗിളിന് മാത്രമാണ് യൂണിറ്റ് ഉള്ളത്. യൂണിറ്റ് എന്താണ് മക്കളെ? പ്ലെയിൻ ആംഗിൾ ആണെങ്കിൽ റേഡിയൻ, സോളിഡ് ആംഗിൾ ആണെങ്കിൽ സ്റ്റീറിയഡ്. യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഉണ്ടോ? ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ അതിനെന്താണ്? അതിന് യൂണിറ്റിലുള്ള ഡെൻസിറ്റി ഇല്ല, ഒന്നുമില്ല. സോ യൂണിറ്റിലുള്ള ഡയമെൻഷൻ ഇല്ല. കൈനറ്റിക് എനർജി ഓഫ് ബോഡി ഡിപെൻഡ്സ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി യൂസിങ് സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. എന്തായാലും ഇതുപോലത്തെ ചോദ്യം ഉണ്ടാവും. കൈനറ്റിക് എനർജിന്റെ ഒന്നെങ്കിൽ കൈനറ്റിക് എനർജിന്റെ, ഇനിയിപ്പോൾ അത് ചോദിച്ചുകൊണ്ട് ചോദിക്കില്ല. ഫോഴ്സ്, സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ mv²/r എന്ന് ചോദിക്കാം, സിമ്പിൾ പെൻഡുലത്തിന് ചോദിക്കാം. അത് രണ്ടാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഏത് വേണം ചോദിക്കാം, വേറെ ആരും. ഓക്കെ, പഠിച്ചു വെച്ചോ. പ്രൂവ് ഓഫ് വർക്ക് എനർജി തിയറം എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്. വർക്ക് എനർജി തിയറത്തിന്റെ ഡെറിവേഷൻ. സ്റ്റേറ്റ് വെർ ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ ഫോളോയിങ് കേസസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നോക്കിക്കേ, ഹാഫ് പോസിറ്റീവ് ആണ്, k പോസിറ്റീവ് ആണ്, x² ആയതുകൊണ്ട് അതും പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്താലും പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഒരിക്കലും കുറയില്ല. ഓക്കെ, അതായത് ബേസിക്കലി പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആവില്ല. അതൊരു കാര്യം മനസ്സിലാക്കുക. എപ്പോഴും ഒന്നെങ്കിൽ 0 ഓർ പോസിറ്റീവ്. അതൊരു കാര്യം മനസ്സിലാക്കുക, പരീക്ഷയിൽ ചോദിച്ചാൽ എഴുതി വെക്കാം. അപ്പോൾ ഒരു സ്ട്രെസ്ഡ് സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യം മാത്രമേ പറഞ്ഞത്. ബാക്കിയുള്ള പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ഒക്കെ ആകാൻ പറ്റും. സ്ട്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി കേസിൽ, അല്ലെ സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി കേസിൽ ½ kx², സ്പ്രിംഗ് അല്ലേ, ½ kx² ആയതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ്? പോസിറ്റീവ്. ഇനി ആലോചിക്കാം, ഇത് സ്ട്രെച്ച് ചെയ്താലും കംപ്രസ് ചെയ്താലും എന്താ സംഭവിക്കുക? ബേസിക്കലി എക്സ് കൂടുകയാണ് ചെയ്യുക. നിങ്ങൾ ഇവിടുന്ന് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചാലും എക്സ് എന്താണ്? വല്ല 3 or 4 ആയിരിക്കും ഉണ്ടാവും. വലി പിടിച്ച് വലിച്ചാൽ നിങ്ങൾ കംപ്രസ് ചെയ്താൽ x -3 -4 ആയിരിക്കും. എന്താണെങ്കിലും x² എന്തായിരിക്കും? അത് കൂടിക്കൊണ്ടിരിക്കുള്ളൂ. +3 ആണെങ്കിൽ 3² 9 ആയിരിക്കും, -3 ആണെങ്കിൽ -3² 9 തന്നെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്താലും, സ്ട്രെച്ച് ചെയ്താലും കംപ്രസ് ചെയ്താലും പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുള്ളൂ കുറച്ച്. അല്ലാണ്ട് കംപ്രസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നു വിചാരിക്കരുത്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോഴൊക്കെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആണ് ചെയ്യുക. Give one example of SHM oscillation. Pendulum swing block system എഴുതി വെക്കാം. Derive equation for kinetic energy, potential energy, body extrusion. പഠിപ്പിക്കുന്നല്ലേ, എല്ലാ പ്രാവശ്യം പഠിപ്പിക്കുന്നല്ലേ, പഠിച്ചു വെച്ചവർ കിട്ടിയിട്ടുണ്ടോ? അതിനകത്ത് ഡെറിവേഷൻ എഴുതി പഠിക്കാം. On what test the speed of sound? എന്താണ് സ്പീഡ് ഓഫ് സൗണ്ട്? ഡിപെൻഡ് ചെയ്യുന്ന മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ ലൈവിൽ എടുത്തിട്ട് പോയി പഠിക്കാം. ഇനി പഠിക്കേണ്ട 10 hours ലൈവ് പറഞ്ഞു. A boy throws a cricket ball with velocity at angle theta. Draw the velocity. ഇത് ഞാൻ പഠിപ്പിച്ചാണ്. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് എക്സാമിന് ഇതുപോലത്തെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞിട്ട് കാര്യമായിട്ട് വെലോസിറ്റിയുടെ ഈ വൈൻ്റെയും എക്സാമിൻ്റെയും ഒക്കെ ഗ്രാഫ് ഞാൻ പരീക്ഷയുടെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ലൈവിൽ വന്നവർക്കറിയാം. ഓക്കെ, ഈ ഗ്രാഫ് ക്രിസ്മസ് എക്സാമിന് വന്നുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചത്, അല്ലാണ്ട് എൻ്റെ കഴിവുള്ളതുകൊണ്ടല്ല. ഈ പബ്ലിക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചോ. ഹൊറിസോണ്ടലിന്റെ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ, അത് എപ്പോഴും യു കോസിറ്റി ആയിരിക്കും കാണിച്ചു ചെയ്യും. ഇത് യു കോസിറ്റി കോർഡിനേറ്റ്. പിന്നെ മറ്റേ എന്താണ് മക്കളെ? മറ്റേത് V1 എന്താ? അങ്ങനെ ആദ്യം മാക്സിമം ആയിരിക്കും, പിന്നെ കുറഞ്ഞ് 0, പിന്നെ നെഗറ്റീവിലേക്ക്, അത്രേ ഉള്ളൂ. ടേക്കിംഗ് ദ വെർട്ടിക്കൽ കോമ്പൗണ്ട് അറേ ദ ഇക്വേഷൻ ടൈം. ആ ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ചോദിച്ചിട്ടാണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിച്ചത് സെക്യൂർ ഹൈറ്റോ റേഞ്ച് വരെ ചോദിക്കാം. വാട്ട് ഇസ് ദി കൈനറ്റിക് എനർജി ഓഫ് ബോൾ അറ്റ് ദി മാക്സിമം പോയിന്റ്? പ്രൊജക്ടൈൽ മോഷനിലെ മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി യു പോസിറ്റി ആണ്. പഠിച്ചു വെച്ചോ, മാക്സിമം ഹൈറ്റിൽ യു പോസിറ്റി ആയിരിക്കും. അത് എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ആണ് മൊത്തം കേട്ടോ. വൈ ഡയറക്ഷൻ വെലോസിറ്റി 0 തന്നെ, പക്ഷേ എക്സ് ഡയറക്ഷനിൽ യു കോസിറ്റി ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ½ mv², വിക്ക് വരെ യു കോസിറ്റി ഇടാം. അപ്പോൾ ½ m u² cos² θ.
ബുദ്ധിമുട്ടില്ല. നെക്സ്റ്റ്, ഡ്രോ ദി വെക്ടർ ഡയഗ്രാം ഷോയിങ് ദ വേരിയസ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ വെഹിക്കിൾ. ബാങ്ക് റോഡിന്റെ ഡയറക്ഷൻ പഠിച്ചത് സിമ്പിൾ ആണ്. നേരെ താഴേക്ക് എം ജി, ഇവിടെ നോർമൽ റിയാക്ഷൻ, ഇവിടേക്ക് സ്റ്റാറ്റിക് റിയാക്ഷൻ. ഓക്കെ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം പെർഫോമൻസ് ബാങ്ക് റോഡ്. സ്റ്റാൻഡേർഡ് ഡെറിവേഷൻ പഠിച്ചു വെക്കുക. കാർ സ്പീഡിംഗ് ആൻഡ് ഇത്ര. ആദ്യം നിങ്ങൾ ഫ്ലാറ്റ് റോഡാണോ നോക്കിക്കേ. ഫ്ലാറ്റ് റോഡാണോ, ഫ്ലാറ്റ് ലെവൽ റോഡാണ്. ലെവൽ റോഡാണ് ഇക്വേഷൻ. എന്താണ് നമ്മളെ സേഫ് സ്പീഡിന്റെ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ സേഫ് സ്പീഡ് കണ്ടുപിടിക്കാം. അപ്രോക്സിമേറ്റ്ലി 2.8 റൂട്ട് 8 വരും. ഇപ്പോൾ റൂട്ട് 8 എന്ന് പറഞ്ഞാൽ 2.8 കാൽക്കുലേറ്റർ എടുക്കുക. ഇയാൾ പോകുന്ന സ്പീഡ് എത്രയാ? 80 km/h ഇയാൾ പോകുന്നു. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 5/18 ചെയ്യാം, 22 മീറ്റർ പെർ സെക്കൻഡ്. അതായത് സേഫ് സ്പീഡ് 2.9 മാക്സിമം 3 ആയിരിക്കും ഉണ്ടാകും. ഇയാൾ പോയി 22 ആണ്. അയാൾ സ്കിഡ് ചെയ്യില്ലേ? സേഫ് സ്പീഡ് നിങ്ങൾ കൂടുതലാണ് പോകുന്നത്, ഒന്നും അല്ലെങ്കിൽ ഇയാൾ സ്കിഡ് ചെയ്യും. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. പേപ്പർ കഴിഞ്ഞു. അല്ല, ഒരു ചോദ്യം ഉണ്ട്, ഒരു ചോദ്യം, രണ്ട് ചോദ്യം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് പോൾസ്. പഠിച്ചിട്ടോ? പോൾസിൽ മാക്സിമം ഇക്വേറ്റർ നീങ്ങണം. ഡിറൈവ് എക്സ്പെറിമെന്റ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് പഠിപ്പിക്കുന്ന ഹൈറ്റും ഡെപ്തും പഠിച്ചോ? എപ്പോഴും ചോദിക്കുന്നതാണ്. ഗ്രാഫും പഠിച്ചു വെച്ചു. നേരെ പോകുമ്പോൾ താഴേക്ക് വരും. ഓക്കെ, ഇതല്ല, ഇത് കുറച്ചിങ്ങനെ ചെരിഞ്ഞുണ്ട്, പറ്റില്ല. ഇത് നേരെയാണ്, പറ്റില്ല. ഇങ്ങനെ നേരെ പറ്റില്ല. ഇങ്ങനെ ലീനിയർലി ഇൻക്രീസ് ചെയ്യണം, പിന്നെ ഡിക്രീസ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ. ഡിഫൈൻ ആംഗിൾ ഓഫ് കോൺടാക്ട് എപ്പോഴും പഠിപ്പിക്കുന്നതാണ്. ആംഗിൾ ഓഫ് ബിറ്റ്വീൻ ടാൻജന്റ് ലിക്വിഡ് സർഫസ്, ടാൻജന്റ് സോളിഡ് സർഫസ്, ഇൻസൈഡ് ലിക്വിഡ്. ഡ്യൂ ടു ക്യാപിലറി റിയാക്ഷൻ ലിക്വിഡ് വിൽ റൈസ് ഇൻ ദ ട്യൂബ്. ആംഗിൾ ഓഫ് കോൺടാക്ട് എപ്പോഴും പഠിപ്പിക്കുകയാണ് മക്കളെ. വാട്ടർ ആണെങ്കിൽ റൈസ് ചെയ്യും. കാരണം എന്താണ്? വാട്ടറിന്റെ തീറ്റ കുറവാണ്, 90നേക്കാളും കുറവാണ്, അഥവാ അക്യൂട്ട് ആണ്. ഓക്കെ, റെഡി. സർഫസ് ടെൻഷനും കുറവാണ്. എന്നാൽ മെർക്കുറി ആണെങ്കിൽ എന്ത് ചെയ്യും? മെർക്കുറി കാപ്പിലറിയിൽ ഫോൾ ആണ് ചെയ്യും. കാരണം ആംഗിൾ ഓഫ് കോൺടാക്ട് കൂടുതലാണ്, 90നേക്കാളും കൂടുതലാണ്. വെറും കൂടുതലെന്നല്ല, 90നേക്കാളും ചെറുതാണ്, 90നേക്കാളും കൂടുതലാണ്. ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ ഭയങ്കര കൂടുതലായിരിക്കും, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? റൈസ് ചെയ്യുന്നതാണ് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഫോൾ ചെയ്യുന്നതാണ് പരീക്ഷ വെച്ചെങ്കിൽ മെർക്കുറിയാണ് എക്സാമ്പിൾ. ഫോൾ ചെയ്യും, ആംഗിൾ 90നേക്കാളും കൂടുതലാണ്. 90നേക്കാളും കൂടുതൽ ഒപ്റ്റ്യൂസ് ആണ്. സർഫസ് ടെൻഷൻ ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക്. ഓക്കെ, പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ, ഹൈറ്റിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക, പരിപാടി തീർക്കുക. നെക്സ്റ്റ്, കഴിഞ്ഞു. ഇത്രയുള്ള സമയം. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പേപ്പർ തന്നെയായിരുന്നു. സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്, സ്റ്റാൻഡേർഡ് എന്നാൽ ക്വാളിറ്റിന്റെ കാര്യമല്ല പറയുന്നത്, സാധാരണ കണ്ടുവരുന്ന പേപ്പർ പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഗ്രാഫൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതൊന്നും സ്പെഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങളല്ല. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഇത്. പക്ഷേ ഇത് ക്രിസ്മസ് എക്സാം ചോദിച്ചാണ്. അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ഒന്നും പറയാൻ പറ്റില്ല. ഒക്കെ സ്പെഷ്യൽ, ഇതൊരു സ്പെഷ്യൽ ചോദ്യമാണ്. പക്ഷേ അത് ഭയങ്കര സിമ്പിളാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് ഭയങ്കര സിമ്പിളാണ്. ഇതൊന്നും സ്പെഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങളില്ല. ഇതൊന്നും സ്പെഷ്യലല്ല, ഒന്നും സ്പെഷ്യലല്ല. ഇതൊന്നും ഇതുപോലെ സ്പെഷ്യൽ അല്ല. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ കൂടാ സ്പെഷ്യൽ ഒന്നല്ല. ഇത് ഒരു സ്പെഷ്യൽ ചോദ്യമായിരുന്നു. ഓക്കെ, അത് പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും. ഇതല്ല വരി, ഇത് രണ്ടൊന്നും സ്പെഷ്യൽ ഒന്നല്ല. ഇത് മാത്രമേ സ്പെഷ്യൽ ചോദ്യം, ഇത് മാത്രം. ബാക്കിയൊന്നും സ്പെഷ്യലല്ല, ഇതൊന്നും സ്പെഷ്യലല്ല. ഇതൊരു സ്പെഷ്യൽ ചോദ്യമായിരുന്നു. പക്ഷെ ക്ലാസ് വന്ന് മനസ്സിലാക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നും സ്പെഷ്യൽ ചോദ്യമല്ല. ഇതൊന്നും ഇതുപോലെ സ്പെഷ്യൽ ചോദ്യമല്ല. ഇതൊക്കെ ചോദിക്കുന്നത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് സ്പെഷ്യൽ ചോദ്യമൊന്നുമല്ല. സ്പെഷ്യലാണെന്ന് പറയാൻ പറ്റില്ല. സ്പെഷ്യൽ ചോദ്യമല്ല, അതൊന്നല്ല. മാഗ്നറ്റിക് ഫോഴ്സ് വന്നതുകൊണ്ട് മാത്രം കുറച്ചൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഇതൊരു നല്ല ചോദ്യമായിരുന്നു, പുതിയൊരു ചോദ്യമായിരുന്നു. ഓക്കെ, ഇതൊന്നും സ്പെഷ്യലല്ല, ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഒരു 3-4 ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിൽ ചോദിച്ചു. അതും ടഫ് വരുന്നില്ല. അപ്പം പബ്ലിക് എക്സാമിന്റെ കാര്യത്തിൽ ഒരു കാര്യം ക്ലിയർ ആണ്. ഒരു 4-5 ചോദ്യം പുതിയ പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് ടഫ് ആവാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. മര്യാദയ്ക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ ഈ 10 hour അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഫുൾ മാർക്ക് ആയിരിക്കും. ഒരു കോംപ്രമൈസും ഇല്ല, ഫുൾ മാർക്ക് ആയിരിക്കും. അത് പരീക്ഷ കഴിഞ്ഞ് ഞാൻ പ്രൂവും ചെയ്യും. അതൊന്നും മാത്രമേ ചോദ്യം വന്നിട്ടുള്ളത്. പഠിക്കേണ്ടവർക്കൊന്നും പഠിക്കാം, കൂടുതലൊന്നും പഠിക്കണം. ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോ മക്കളെ വീണ്ടും നമുക്ക് കാണാം. ബൈ.